ഹായ് ഗൈസ്, ഈ തുള്ളി കളിക്കുന്ന കുഞ്ഞിപ്പുഴുവാണ് എന്റെ താഴെ മാമന്റെ മൂത്ത മകൾ. ഈ നിന്ന് തിരിയുന്നവൾ എന്റെ മൂത്ത മാമന്റെ മൂത്ത മകൾ. ഇവൾക്ക് എന്തോ എന്നോട് ഭയങ്കര സ്നേഹമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നോക്കിയേ, ഉമ്മ ചോദിക്കുമ്പോഴൊക്കെ ഉമ്മ തരാം. പക്ഷെ എന്റെ മുഖത്തേക്ക് അങ്ങോട്ട് എത്തുന്നില്ല എന്നൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. എന്നാൽ ഇവൾക്ക് എന്നോടൊരു പുച്ഛം മാത്രമേ ഉള്ളൂ. ഞാൻ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു അതുപോലെയാണ് ഇവൾ എന്നൊക്കെയാണ് പലരും പറയണത്. ചിലപ്പോൾ ഇനി അതിന്റെ ഒരു പുച്ഛമായിരിക്കാം. എന്തൊക്കെ പറഞ്ഞാലും പിന്നെ കുറച്ച് ഞങ്ങൾ സെറ്റ് ആവും. പിന്നെ നമ്മൾ ഭയങ്കര സ്നേഹമൊക്കെയാണ്. പൂരപ്പറമ്പിൽ കൊട്ടി കെട്ടിട്ടാണ് വിളി കിടന്ന് തുള്ളുന്നത്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ ഐസ്ക്രീം വാങ്ങിക്കാൻ പോവാന്ന്. പിള്ളേരെ വളയ്ക്കാനുള്ള ഓരോരോ പരിപാടികൾ അല്ലാണ്ട് എന്താ. അങ്ങനെ നമ്മൾ ഇത് ഐസ്ക്രീം വാങ്ങിക്കാനായി നടന്നുകൊണ്ടിരിക്കുന്നു. അതിലിടയ്ക്ക് തുള്ളണുണ്ട്, പോണേന്റെ സന്തോഷമുണ്ട്, എല്ലാം കൂടി അങ്ങ് നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നു. ഐസ്ക്രീംകാരൻ അവിടെ നടക്കുമ്പോൾ പെട്ടെന്ന് അവൾക്ക് ഇടത്തോട്ടൊരു വലിവ്. അവിടെ എന്റെ കൈയൊക്കെ വിട്ടിട്ട് ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. ഞാൻ പറഞ്ഞു മോളെ പോവല്ലേ, നമുക്ക് ആദ്യം ഐസ്ക്രീം വാങ്ങിക്കാന്ന്. അപ്പൊ പിന്നെ ഓക്കെ എന്തായാലും ആവട്ടെ എന്ന് വെച്ചിട്ട് അവിടെ ഐസ്ക്രീമിന്റെ അങ്ങോട്ട് തിരിഞ്ഞു. അങ്ങനെ നമ്മൾ ഇവൾക്കൊരു ചോക്കോബാർ വാങ്ങിയപ്പോൾ മച്ചാൻ അങ്ങോട്ട് പിടിച്ചില്ല. അപ്പോൾ ഓക്കെ വേണ്ടാന്ന് വെച്ചിട്ട് പിന്നെ ഒരു കോൺ ഐസ്ക്രീം അങ്ങ് വാങ്ങിച്ചു കൊടുത്തു. കോൺ ഐസ്ക്രീം കഴിക്കുന്നതാണ് ചിരി, കണ്ടോളൂ. അങ്ങനെ ഐസ്ക്രീം കഴിക്കാൻ അങ്ങ് തുടങ്ങി. ഐസ്ക്രീം നല്ല തണുപ്പുണ്ട്, ആ ഒരു എക്സ്പ്രഷനാണ് അത്. പക്ഷെ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കയ്യുമ്മലൊന്ന് വീണുപോയി. അപ്പം അത് നാവ് നക്കിയെടുത്തു. അത് നക്കിയെടുത്തപ്പോൾ അപ്പുറത്തായി. അപ്പോൾ അപ്പുറത്തെ കയ്യുമായപ്പോൾ അതും നക്കണം. അപ്പോൾ പിന്നെ അത് മുഖത്തായി. അപ്പോൾ പിന്നെ അതും നക്കണം. അങ്ങനെ പിന്നെ ഞാനതെല്ലാം വാങ്ങിച്ച് മുഖമെല്ലാം തുടച്ചു കൊടുത്ത് അപ്പോഴാണ് ആന വരുന്നത് കണ്ടത്. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് നേരം അതൊക്കെ ഇങ്ങനെ നോക്കി നിന്നു. എനിക്ക് അപ്പോൾ ആനേനെ കാണുമ്പോഴും എനിക്ക് അകലെ നിന്ന് കാണാൻ ഭയങ്കര ഇഷ്ടമാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു ചെറിയൊരു പേടിയുള്ളതായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വട്ടം ഇതേപോലെ മാമൻ്റെ അടുത്ത് പൂരത്തിന് ആന കാലെടുത്ത് വെക്കും അങ്ങനെ എന്തോ ചെയ്തതാ. പക്ഷെ എല്ലാവരും പറഞ്ഞു ആന ഓടിയതെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കിടന്നോടി. അപ്പോൾ ഞാനും കിടന്നോടി. പിന്നെ എന്നിട്ട് വേറെ വീട്ടിലൊരു ചേട്ടൻ എടുത്ത് പോയിട്ട് ചേട്ടൻ ഹെൽപ്പ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ കഥയൊക്കെ ഉണ്ട്. അത് നല്ല ചെറുപ്പത്തിലാണ്. അതിനുശേഷം തോന്നുന്നു ഈ ഉള്ളിൻ്റെ എവിടെ ഒരു പേടിയുള്ളത്. പൂരങ്ങൾക്കെല്ലാം പോകും ആനേനെ കണ്ട് ആസ്വദിക്കെങ്കിലും ഒരു ചെറിയൊരു പേടി ഇല്ലാതില്ല. പിന്നെ നമ്മൾ ഈ കുഞ്ഞു പൈതങ്ങൾക്ക് നമ്മൾ മൈലാഞ്ചി ഇടാൻ പോയി. ചേട്ടൻ്റെ കഷ്ടപ്പാടെയും അച്ചങ്ങ് മൊത്തം വരെ കയ്യിലായി പോയി. പിന്നെ ഇവര് ഞാൻ വിചാരിച്ചതിലും എന്താ പറയാ കയ്യൊക്കെ അങ്ങ് കാണിച്ചു കൊടുക്കണു. ഏത് ആ ബംഗാളി ചേട്ടൻ എങ്ങനെയൊക്കെ പറയുന്നു അതേപോലെയൊക്കെ വെച്ചു കൊടുക്കേണ്ടി വരും രണ്ടുപേരും. അങ്ങനെ അദ്രികയുടെ കൈ നിറഞ്ഞു. അദ്രികയ്ക്ക് ഭയങ്കര സന്തോഷമായി. ചേട്ടൻ കൈ അങ്ങ് നിറച്ചു. ഓഫ്, അദ്രികയുടെ കഴുത്തിൽ കണ്ടോ ഫോൺ മേമ വാങ്ങിച്ചു കൊടുത്തതാ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിച്ചിരിക്കേനി. അത് കഴിഞ്ഞ് ആൾ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തേച്ച് കൊടുത്തു. അത് കഴിഞ്ഞ് അപ്പുറത്താളുടെ കയ്യും വിട്ടു. ഓഫ്, എന്താ സന്തോഷം. ഫോണിൽ വിളിക്കുന്നു, തിരക്കാണ്, എന്തൊക്കെ ചെയ്യുക. ഒരു കയ്യിൽ ഫോൺ വിളിക്കണം, മറ്റേ കൈ ആൾക്ക് കാണിച്ചു കൊടുക്കണം. ഓഫ്, പിള്ളേരൊക്കെ കഷ്ടപ്പാടേ. അന്ന് അവിടെ ഭംഗിയുള്ള കാര്യം നിന്ന് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇവള് വലത്തെ കൈ നോക്കണേ, എനിക്ക് ഈ കയ്യും വിട്ടില്ലല്ലോ. അപ്പം ഇങ്ങനെയായിരുന്നു നമ്മളെ പൂരത്തിൻ്റെ അന്ന് പിള്ളേരുമായിട്ട്. അപ്പോൾ ഇത്രയുള്ള അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.